Sunithas world എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ മോര് കറിയുടെ വിഭവമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് മോര് കറി ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ തേങ്ങ അരച്ച് ചേർത്തുണ്ടാക്കുന്ന മോര് കറിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നമുക്കപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ എടുത്തിരിക്കുന്നത് ഒരല്പം ജീരകം 1/4 ടീസ്പൂൺ ഉണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് 2 പച്ചമുളക് ചേർക്കാം, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ് മോര് കറിക്ക് നല്ലത്. അപ്പം കട്ട തൈര് മിക്സിയിൽ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാനായിട്ട് നമുക്ക് വേണ്ടത് 3 വറ്റൽമുളക്, അല്പം കറിവേപ്പില. ഇനി നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങയും ബാക്കി എല്ലാ മസാലയും കൂടി ഇട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് വേണം നമുക്കിത് അരയ്ക്കാൻ. പിന്നെ നമ്മൾ മോരിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ അരപ്പിൻ്റെ കൂടത്തിൽ നമ്മൾ ചേർക്കുന്ന ഒരല്പം വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരല്പം മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം തന്നെ അല്പം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ട് വേണം ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാൻ. തിളക്കരുത്, തൈരായതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇത് സിമ്മിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ആ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. തീ ഒട്ടും തന്നെ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മോര് കറിയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒട്ടും തന്നെ വേറെ പണിയൊന്നുമില്ല. നമുക്കിതിലേക്ക് കടുക് താളിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പാത്രം വെച്ചു, ചൂടായി. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കളറിന് വേണ്ടി ഒരല്പം മുളക് പൊടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളതാണ്, ഒരു വെറൈറ്റി മോര് കറി. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വിഭവമായിട്ട് ഉടൻ തന്നെ വരാം.